ആ വിഷ്ണു ആയാലും പരമശിവനായാലും ഇങ്ങോട്ട് ഇറങ്ങ്. ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. വാടോ. എന്റെ സാർ ഇതിൽ എന്തിരുന്നിട്ട് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. ഒന്ന് അടങ്ങടാ. നിന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കടത്തുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാടാ. ഇപ്പൊ എന്താണെന്ന് എന്തുവാണ് ഇത്? സാറേ സംഗതിയുണ്ട്. 2 കന്നാസ് നിറച്ചുണ്ട്. കമല സ്പിരിറ്റ്. എടാ കമല, വേറെ കന്നാസുണ്ടോ നോക്കണോ? ഇത് ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോടാ? സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല. അതൊക്കെ ഞങ്ങൾ അറിയിച്ചു തരാം. ഇവന്മാരെ ആ കന്നാസും കൂടി ചേർത്ത് നിർത്തി വേണം ഫോട്ടോ എടുക്കാൻ. തനങ്ങൊന്നു ആശാനെ, ചാഞ്ഞുകാരെല്ലാം മുൻകൂട്ടി വിളിച്ചു നിർത്തിയിട്ടുള്ള പണിയാ. ഉന്നം വെച്ചിരിക്കുന്നത് ആശാനല്ല, ഏട്ടത്തെയുമയാ. എടാ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അവന്മാർ ക്യാമറയായിട്ട് ഇങ്ങോട്ട് വരുന്ന മുമ്പ് ആശാൻ വിട്ടോ. കുറ്റം തൽക്കാലം ഞാൻ ഏറ്റോളാം. എടാ നീ എന്തൊക്കെയാ പറയുന്നതൊന്നും വേണ്ട. നമുക്ക് വേറെന്തോ. ആശാൻ പുറത്തുണ്ടെങ്കിൽ എന്നെ ഇറക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ആശാനെ. പക്ഷെ ആശ അകത്തോ എല്ലാം പാളും ആശാനെ. എടാ ആശാൻ വിട്ടോ. ആശാനെ ഞാൻ നോക്കിക്കോളാം. എടാ ഞാൻ ഏറ്റോളാം കുറ്റം. കമല പോ ആശാനെ, പോ. ആശാനെ കിട്ടാൻ പോകുന്നില്ല. ആശ ഓട്ടത്തിന് ചടന്നൊക്കെ ആശ ഹീറോയാ. സ്പിരിറ്റ് കൊടുത്തിടുന്ന വാചം ഓടിക്കുന്ന പൊന്നം. അവനെ കിട്ടിയില്ലെങ്കിൽ ഇന്ന് നിന്റെ നാശം. അടി വരെ വെച്ചിട്ടുണ്ട് സാറേ. എന്നാലും എൻ്റെ ആശാനെ കിട്ടില്ല നിങ്ങക്ക്. ആശാന വേണ്ടടാ, ഞങ്ങൾക്ക് നിന്നെ മതി. നിന്നെ വെച്ച് നിന്റെ ആശാനം ഞങ്ങൾ വരുത്തിക്കോളാം. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതി ഉണ്ടെങ്കിൽ പോലീസ് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇനി എൻ്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവന ഭേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്താഴേ
എന്താണ് ഈ തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കുന്നത്? നാടോട്ട് പോയ നിന്റെ അച്ഛൻ എവിടെ കിടക്കുന്നത്? ചത്തോ? ഓ അതോ ഇനി അങ്ങനെ തിരിച്ചു വന്നോ? തിരിച്ചു വന്നാ നിന്റെ അമ്മയുടെ റിയാക്ഷൻ കുറെ ആഭാസന്മാർ ചേർന്നുള്ള പങ്ക് കച്ചവടം, അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം. രണ്ടു നേരം സത്യമ്മ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പൂജാമുറിയിൽ വരെ മദ്യവും മദ്യക്കുപ്പികളും കയറ്റിയ നിങ്ങക്ക് ഇതുകൊണ്ട് എവിടെ നേട്ടം ഉണ്ടാവാനാ? ഓരോ ദിവസവും ചെല്ലും തോറും ആ രാജയത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുവാ രോഹിത്. ഇതിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടാവുന്ന എനിക്കൊരു വിശ്വാസവും ഇല്ല. ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാക്കണമെന്നും സമാധാനത്തോടെ കഴിയണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കുടുംബജീവിതം എന്തോന്ന് കുടുംബജീവിതം? ഈ കുടുംബജീവിതത്തിന് ആദ്യം വേണ്ടത് ഐക്യമാണ്. ഐക്യം, പിന്നെ പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ്. നമ്മൾ തമ്മിൽ അക്കാര്യത്തിൽ ആദ്യമേ അങ്ങ് തെറ്റി. പിന്നെ എങ്ങനെയാണ് ഒന്നിച്ച് കുടുംബജീവിതം ഉണ്ടാക്കുന്നത്? എനിക്കിനി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാ മതി. ദിവസവും രണ്ടെണ്ണം അടിക്കണം, നീയുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഒച്ച വയ്ക്കണം, പിന്നെ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടു കൂടി കിടന്ന് ഉറങ്ങണം. അതിനപ്പുറത്തേക്കൊന്നും ഒരു ചിന്ത എനിക്കില്ല. പിന്നെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് കരുതിയാണ് നിന്റെ തലവേദനയെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. വെറുതെ ഇല്ലാത്ത അവിടെയും കാഴ്ചവെച്ച് ഉർവശി അവാർഡൊന്നും നീ ഷോക്കേസ് വാങ്ങിച്ചു വെക്കണ്ട. അതെ, എന്റെ തലവേദന ഇവിടുത്തെ ചുറ്റുപാടുകൾ തന്നെയാ. ഇവിടെ എനിക്ക് കുടുംബമായിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വീടല്ലല്ലോ, സത്രമല്ലേ. വരുന്നവർക്കും പോകുന്നവർക്കും അവകാശമുള്ള ഒരു സത്രം. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറി വരാം. ആര് വന്നാലും മദ്യക്കുപ്പികളുമായിട്ട് നിങ്ങൾ മുന്നിലുണ്ടാവും. നിങ്ങൾ ഊട്ടാനും ഉറക്കാനും ആ സുസ്മിതയും വരും. പിന്നിവിടെ എനിക്കെന്താണ് റോള്? ഞാനിവിടെ ശരിക്കും ആരാ? അതെ, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ ഇവിടുത്തെ എന്റെ സ്ഥാനം? ഭാര്യയോ അതോ വേലക്കാരിയോ? ഇതിലേതാണ് നീ എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഏതായാലും എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാ. പിന്നെ ഇവിടെ ഒരാളെയും ബലമായിട്ടൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോവാം. പിന്നെ നീ നേരത്തെ പറഞ്ഞ പേരുണ്ടല്ലേ, എന്താ അത്? സത്രം. അരേ, അത് തന്നെയാണ് ഇത്. ഞാനെന്തായാലും ഇവിടെ ഇപ്പൊ ചെയ്യുന്ന തന്നെ പിന്നെ തുടർന്നും ചെയ്യും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വരും. അവിടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ
മാത്രം നിന്നാ മതി. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. മോളെ ദാ ചായ. സത്യം എഴുന്നേറ്റില്ലേ അമ്മേ? ഓ അതെങ്ങനെയാ, കിടക്കുന്നതേ ഒരുപാട് ലേറ്റ് ആയിട്ടാ. ഇന്നലെ തന്നെ കിടന്നപ്പോ 11 മണിയായി. മൊബൈലിൽ കളിയാ, വേറൊന്നുമല്ല. ശരിയാ, ഈടെയായിട്ട് കളി ഇത്തിരി കൂടുന്നുണ്ട്. അനു പറഞ്ഞു. മാഡം, ആ ന്യൂസ് ചാനൽ ഒന്ന് വെക്കാവോ? എന്താ അനു, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണോ? യെസ്, സംതിങ് സീരിയസ്. എന്തടി? ന്യൂസ് ചാനൽ വെക്കാൻ പറഞ്ഞു. റിമോട്ട് എന്ത് ചെയ്യുമേ? ദാ ഇവിടെ. കേരള പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ സ്പിരിറ്റ് വേട്ടയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടെ ഹസ്ബൻഡായ വിഷ്ണുവിന്റെ സഹായിയും ലോറി ക്ലീനറുമായ കമലൻ അറസ്റ്റിൽ. അയ്യോ, ഫ്രൂട്ട്സ് കയറ്റിയ ലോറിയിൽ 2 കന്നാസുകളായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ലോറിയിൽ നിന്ന് തന്നെ കണ്ടെത്തി. ലോറിയുടെ ഡ്രൈവറും ജില്ലാ കളക്ടറുടെ ഭർത്താവുമായ വിഷ്ണു എക്സൈസിനും പോലീസിനും പിടികൊടുക്കാതെ ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ മോളെ ഈ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാനും ആ ഒരു അവസ്ഥയിൽ തന്നെ അമ്മ. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. ഈശ്വര, വിഷ്ണുവിട്ട് ഇതിപ്പോ എവിടെയാ? ഇതിപ്പോ കിട്ടുന്നില്ലല്ലോ. ഇതാരോ നമ്മുടെ വിഷ്ണുവിന് മനഃപൂർവ്വം കുടുക്കിയതാ മോളെ. ആരോ ചതിച്ചതാ. ഇതിപ്പോ എങ്ങനെയായാലും എന്താ, ഒളിച്ചു നടക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇനിയിപ്പം സോഷ്യൽ മീഡിയ എന്തൊക്കെയാ പറഞ്ഞൊപ്പിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇതിലിപ്പോ ഒരു സത്യമില്ലെന്ന് നമ്മൾ പറയുന്നത് പോലെയല്ലല്ലോ അവര് പറയുന്നത്. അവര് കൊല വിളിക്കും. പോലീസിന്റെ എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു തികഞ്ഞ സ്പിരിറ്റ് കടത്തുകാരന്റെ മേവഴക്കത്തോടുകൂടി ഓടുന്ന വിഷ്ണു ഇതൊരു നിത്യതൊഴിൽ അഭ്യാസം പോലെ കൊണ്ടു നടക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ സൈഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിയിലാകുമെന്നും കുറെ അധികം നാളുകളായി വിഷ്ണു പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരുന്നുവെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. ആ ചന്ദ്രബോസ്, അയാളാവും ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പക്ഷെ ഇതിപ്പോ തെളിയിക്കാൻ നമ്മുടെ ഒന്നും ഇല്ലല്ലോ. ഈശ്വര, ഇത് ലോറിയെയും ഇപ്പൊ കമലിനെയും പിടിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ സറണ്ടർ ആവാതെ വേറെ വഴിയില്ല. ഓ എന്റെ ഈശ്വര. മാഡം, ഞാൻ സി ചാനലിന്റെ ന്യൂസ് സെക്ഷനിൽ നിന്നാണ്. ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉള്ള കാര്യം മാഡത്തിന് നേരത്തെ അറിയായിരുന്നോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതിനുവേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ഒരു വാർത്ത കേട്ടതിന്റെ ഷോക്കിൽ തന്നെയാ ഞാൻ. നിങ്ങളെപ്പോലെ എനിക്കും ഈ സംഭവത്തെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവുമില്ല. എന്താ നടന്നെന്ന് ഞാനൊന്ന് അന്വേഷിച്ചറിയട്ടെ. മാഡം, ഹലോ. ഒരു തെറ്റും ചെയ്യാത്തവരെ കൊലക്കയറിലേക്ക് തള്ളിവിടാൻ വേറെ ആരും വേണ്ട. മോള്, നമ്മുടെ ഇവിടുത്തെ സമൂഹം തന്നെ മതിയമ്മ. മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കാൻ ചാനലുകൾ തമ്മിൽ മത്സരിക്കുക. ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെയാ? ഫോൺ സ്വിച്ച് ഓഫ്. ആനു, മാഡം, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കെ ഒരു 2 മിനിറ്റിനുള്ളിൽ എത്തും.
വിഷ്ണുട്ടൻ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ അമ്മ. മോളെ, എടി ആരോടാ നമ്മളൊന്ന് വിളിച്ചു ചോദിക്കുക? എന്തൊരു ജീവിതം നമ്മുടേത്, ഒന്ന് മറുമ്പ് മറ്റൊന്ന്. ഇത്രയൊക്കെ അനുഭവിക്കാൻ നമ്മൾ ഇതെന്ത് തെറ്റാ ചെയ്ത? ഇന്നലെ രാത്രി മുഴുവൻ പൊളിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുട്ടൻ എവിടെ ഓടിയിട്ടുണ്ടാവും. കൈ കിട്ടിയ ചന്ദ്രബോസ് എല്ലാ കലിയും തീർക്കും. അത് വിഷ്ണുട്ടൻ അറിയാം. അതുകൊണ്ടായിരിക്കും വിഷ്ണുട്ടൻ പിടികൊടുക്കാത്തത്. ചാനലുകാരാ, അവർക്കിനി കുറെ ദിവസത്തേക്ക് പാടി നടക്കാൻ വാർത്തയായല്ലോ. കളക്ടറുടെ ഭർത്താവ് കൂടി ആയതുകൊണ്ട് വാർത്തക്കിനി വീര്യം കൂടുകയും ചെയ്യും. ഇവർക്കും ഇല്ലേ മോളെ കുടുംബവും കുട്ടികളും അച്ഛനും അമ്മയൊക്കെ? ഈ ഒരു ദിവസത്തെ നമ്മുടെ മാനസികാവസ്ഥ പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. മാഡം, എന്തോ വലിയ ചതിയം നടന്നിരിക്കുന്നത്. ഇതിന്റെ പേരിൽ മാഡത്തിനെതിരെ കൂട്ടത്തോടെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. അയ്യോ, അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. മാഡത്തിന്റെ ഔദ്യോഗിക പദവിയുടെ മറവിലാണ് സാർ ഈ സ്പിരിറ്റ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഈശ്വര, അതിനായി നമ്മുടെ ജോലിക്കാരെയെല്ലാം ചിലർ വിശ്വസിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ശത്രുതാ മനോഭാവം കൊണ്ടു നടക്കുന്നവരെല്ലാവരും കൂടെ ഈ സമയത്ത് ഒന്നാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മോളെ, ഇതിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? ഈശ്വരന്റെ സഹായത്താൽ ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും മോളെ. നിനക്ക് കഴിയും. നിന്നെ കൊണ്ടേ കഴിയൂ. ഇപ്പോ അച്ഛനും മകനൊക്കെ ഒറ്റ മനസ്സായി. ഞാൻ മാത്രം കലഹക്കാരി അല്ലേ? ശാലിനി അങ്ങ് പുണ്യവതി. ദേ, എന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ അവള് മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും എന്റെ ഉള്ളിൽ നിന്ന് അതൊന്നും പോയില്ല. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടണം. ഭാമേ, ഇതൊക്കെ നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളല്ലേ? മറ്റുള്ളവർ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താവുക. അവർക്ക് സംസാരിക്കാം, ബീച്ചിൽ പോവാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. ഇതിനെല്ലാം നമ്മൾ കൊടുത്ത ലൈസൻസാ അവൻ അവളെ കഴുത്തി കെട്ടി താലി. അത് അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലമേ വിഷ്ണു അവിടെ പോവുകയും ചെയ്യും, അവളുടെ കാര്യം നോക്കുകയും ചെയ്യും. നമുക്ക് തൊടാനും ആവത്തില്ല. മകന് ചേർന്ന അച്ഛൻ തന്നെ. മകനെ വളഞ്ഞു വഴിക്ക് നടക്കാൻ പറയുന്ന ഒരു തന്ത. കഷ്ടം തന്നെ. ഇതാ നിന്റെ കുഴപ്പം.
ഒരു നല്ല കാര്യം പറഞ്ഞു തന്നപ്പോ പറഞ്ഞവന്റെ തലയിലേക്ക് തന്നെ എല്ലാം കൂടെ എടുത്തു വയ്ക്കും അല്ലയോ? ആണെങ്കിലേ കണക്കായി പോയി. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നായുടെ പാല് 12 കൊല്ലം കൊള്ളിട്ടാലും എന്താ കാര്യം? കഷ്ടം തന്നെ. അത് വളഞ്ഞിരിക്കത്തുള്ളൂ. ഈയിടെയായിട്ട് രാഘവേട്ടൻ ഇങ്ങനെയാ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷ്ണു വന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്കുക? വിഷ്ണു അല്ലേ? ചിലപ്പോഴേ അവൻ ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോയി കാണും. നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല രാഘവേട്ട. സത്യമേ, 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 കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇനി അതാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ മോളെ, എന്താ അറിഞ്ഞെന്ന് വെച്ച്?